السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നാം ഏവരും കൂടുതലായി ഉപയോഗിക്കുന്ന ഉലുവയെപ്പറ്റിയാണ്, മേത്തിയെപ്പറ്റിയാണ്. നമ്മുടെ ഈ മംഗലാപുരം ഭാഗത്തൊക്കെ മെത്ത എന്നാണ് പറയുന്നത്. ഇതിന് വലിയ പ്രത്യേകത ഉണ്ട്. പലരും അതിൻ്റെ പ്രത്യേകതയെപ്പറ്റി മനസ്സിലാക്കുന്നില്ല എന്നേയുള്ളൂ. ഹസ്രത്ത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗിയായപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സന്ദർശിച്ച് പറഞ്ഞു, നിങ്ങൾ ഹാരിസ് ഇബ്നു ഖൽദയെ വിളിക്കുക എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അക്കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു അഗ്രഗണ്യനായ ഡോക്ടർ ആയിരുന്നു ഹാരിസ് ഇബ്നു ഖൽദ. അങ്ങനെ ഹാരിസ് ഇബ്നു ഖൽദ വന്നു, അവരെ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, രോഗം അത്ര സീരിയസ് അല്ല, എങ്കിലും അവർക്ക് മരുന്ന് കൊടുക്കണം. അതായത് ഈത്തപ്പഴവും ബാർലിയും അതേപോലെ തന്നെ ഈ ഉലുവ വേവിച്ച് അതിൻ്റെ വെള്ളം ഇതിനൊരു സൂപ്പിൻ്റെ രൂപത്തിൽ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് രാവിലെ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവർക്ക് കൊടുത്ത് അവർക്ക് ആ രോഗം സുഖപ്പെട്ടു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹാരിസ് ഇബ്നു ഖൽദ പറഞ്ഞ ഈ ഔഷധം, ഈ ചേരുവകളൊക്കെ അതിനെ അംഗീകരിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത് ഹാരിസ് ഇബ്നു ഖൽദയെ ഡോക്ടറെ വിളിക്കാൻ. ഇവിടെ ഒരു പാഠമുണ്ട്. നാം രോഗം വന്നാൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കേണ്ടതാണെങ്കിൽ അത് കാണിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് മന്ത്രിച്ച് ഊതിയിരുന്നെങ്കിൽ അത് ശിഫ ആകുമായിരുന്നു. എങ്കിലും പറഞ്ഞു ഡോക്ടറെ വിളിക്കണം എന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങൾ രോഗം വന്നാൽ അതിനെ ഡോക്ടറെടുത്ത് ചികിത്സിക്കണം എന്നാണ്. ഇവിടെ ആ മരുന്നിൽ ഈ ഉലുവയുടെ വെള്ളവും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ഉയർന്ന അതിവിദഗ്ധരായ പഴയകാലത്തുള്ള ഡോക്ടേഴ്സ് അവര് ഇതിനെപ്പറ്റി പറഞ്ഞത്, നിങ്ങൾ ഉലുവയുടെ ഔഷധ ഗുണം അറിയുകയാണെങ്കിൽ അതിന് നിങ്ങൾ സ്വർണ്ണവില കൊടുത്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കും എന്നാണ്. കാരണം അത്രമാത്രം ഔഷധ ഫലങ്ങൾ ഈ ഉലുവക്ക് ഉണ്ട്. ഈ മേത്തി എന്ന് ഉറുദുവിലും ഹിന്ദിയിലും പറയുന്ന ഫെനുഗ്രീക്ക്, അതായത് ഉലുവ, ഇതിനുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വളരെ വലുതാണ്. കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, പ്രോട്ടീൻ, വൈറ്റമിൻ എ, സി, കെ, ഡി, B1, B2, B3, B6, ഫോളിക് ആസിഡ്, സിങ്ക്, കോപ്പർ, സെലന്യം, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, ഡയറ്ററി ഫൈബേഴ്സ്, ഇങ്ങനെ തുടങ്ങി അനേകം വളരെ മഹത്തായ ഘടകങ്ങൾ അതിൽ ഉണ്ട്. ഇതിനെപ്പറ്റി പല തിബ്ബുൻ നബവികളിലും ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടെ തിബ്ബുൻ നബവിയിലും മറ്റുള്ള തിബ്ബുൻ നബവികളിലൊക്കെ ധാരാളം ഇതിൻ്റെ ഫായിദകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നു.
അപ്പോൾ എന്താ ഇതിന് ഇത്രയും ഒരു പ്രത്യേകത? ഇതിൽ മീനെണ്ണയ്ക്ക് സമമായ ഒരു തരം എണ്ണയുണ്ട്. അതുകൊണ്ട് അതിനെ ഉപയോഗിച്ചാൽ ഒരുപാട് നമുക്ക് ആരോഗ്യ ഫലങ്ങൾ ലഭിക്കുന്നു. ഞരമ്പ് തളർച്ച, ദീർഘകാലമുള്ള രോഗത്തിന് ശേഷമുള്ള ബലഹീനത, ഞരമ്പ് വേദന, മുട്ടുവേദന, തൊണ്ടവേദന, കയൽ വീക്കങ്ങൾ, നെഞ്ചിലെ കഫം, ന്യൂമോണിയ എന്നിവക്ക് യൂനാനി വൈദ്യത്തിൽ അവർ നിർദ്ദേശിക്കുന്നത് ഈ ഉലുവയാണ്. ഹൈദരാബാദിലുള്ള ഏറ്റവും വലിയ ഒരു ഗവേഷണാലയത്തിൽ ഈ രോഗങ്ങളെ ചികിത്സിക്കുന്ന അതിൻ്റെ ഔഷധങ്ങളെപ്പറ്റി ഗവേഷണം ചെയ്യുന്ന ഒരു വലിയ ഗവേഷണാലയത്തിൽ അവർ ഈ ഉലുവ കൊണ്ട് എങ്ങനെ പ്രമേഹ രോഗങ്ങൾ, ഈ മധുരത്തിൻ്റെ രോഗങ്ങളെ സുഖപ്പെടുത്താമെന്ന് കാലങ്ങളോളം അവർ ഗവേഷണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉലുവ കൊണ്ട് അവർ അതിലെ ഉലുവ അരച്ച്, ഒരു 20 ഗ്രാം ഉലുവ അരച്ച് അതിനെ പ്രമേഹ രോഗിക്ക്, മധുരത്തിൻ്റെ രോഗമുള്ള ആൾക്ക് കൊടുത്തപ്പോൾ അവരുടെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കത്തിൽ ഇതിന് ഒരുപാട് ഔഷധ ഫലങ്ങളുണ്ട്. നമ്മുടെ ഈ തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷനുകൾക്ക് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ വീക്കങ്ങൾ, ചുമ, ആസിഡിറ്റി, പഴകിയ ചുമ, അതേപോലെ തന്നെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, മൂലക്കുരു, പൈൽസ്, അതേപോലെ തന്നെ ശ്വാസകോശത്തിലുള്ള ഇൻഫെക്ഷനുകൾ, ഇതിനൊക്കെ കുറക്കാൻ ഉലുവ വളരെ നല്ലതാണ്. കൂടാതെ ദഹനത്തിന് പ്രശ്നമുണ്ടെങ്കിൽ, ദഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും വളരെ നല്ലതാണ് ദഹിക്കാൻ വേണ്ടി ഉലുവ. ഇത് പേന്, ഡാൻഡ്രഫ് പോലെയുള്ള സാധനങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന്, ഉലുവയുടെ വെള്ളം അപ്ലൈ ചെയ്താൽ അത് ഇല്ലാണ്ടാകാൻ വളരെ നല്ലതാണ് എന്ന് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ലിവർ, കിഡ്നി പോലെയുള്ള സാധനങ്ങൾക്ക്, ലിവറിനും കിഡ്നിക്കും രോഗമുണ്ടായാൽ അതിനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ പീരിയഡുകളിൽ ഉള്ള മെൻസസിൻ്റെ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. ഇങ്ങനെ യൂറിൻ, മൂത്രം നന്നായി പോകാൻ വേണ്ടിയും വളരെ നല്ലതാണ്. അതിൻ്റെ ഇലയും നമുക്ക് മരുന്നായി ഉപയോഗിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ടെൻഡർ തണ്ട്, അതായത് കൂടുതൽ വിളയാത്ത സോഫ്റ്റായ തണ്ട്, അതും വളരെ നല്ലതാണ്. അതിനെ മെഡിസിൻ്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും കൂടുതലും ഇതിനെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സീഡാണ്, അതായത് ഈ ഉലുവ, അതിൻ്റെ വിത്ത്. അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. അതിനെ കുറച്ച് വെള്ളമെടുത്ത് 15 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് പിന്നെ അതിനെ ഫിൽട്ടർ ചെയ്ത് അതിനെ ചെറിയ ചൂടോടെ കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ തിളപ്പിച്ച വെള്ളത്തിൽ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഗാർഗിൾ ചെയ്യാവുന്നതും ആണ്. അതായത് തൊണ്ടയിൽ ഗളഗള ആക്കുന്നതും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ രാത്രിയിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇതിൻ്റെ ഈ ഉലുവയുടെ വിത്തിനെ രാത്രിയിൽ ഇട്ട് വെച്ച് അതിനെ രാവിലെ ഫിൽട്ടർ ചെയ്ത് അതിനെ അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കൽ വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് ഇത് ഒരു നല്ല ഔഷധമാണ്.
ഈ നിലക്ക് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ കുടിക്കൽ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓരോ ക്ലാസ്സുകളും നമുക്ക് ദിവസങ്ങളോളം എടുക്കാനുണ്ട്. അതിനെപ്പറ്റി ഓരോ പ്രവാചക വൈദ്യത്തിൻ്റെ വ്യത്യസ്തമായ മുസന്നിഫീങ്ങൾ, ഓതേഴ്സ്, രചയിതാക്കൾ എഴുതിയ കിതാബുകളിൽ ഒരുപാട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേൺ മെഡിസിനുകളിലും പഴയകാലത്തുള്ള അഗ്രഗണ്യരായ ഡോക്ടേഴ്സ് പറഞ്ഞ അവരുടെ കിതാബുകളിലൊക്കെ ഈ ഓരോന്നിനെ പറ്റും പറയുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം പറയാനുണ്ട്. വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു ഔഷധമാണ്. ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. എന്തുപയോഗിക്കുന്നുണ്ടെങ്കിലും ഒന്ന് അവരവരുടെ ഡോക്ടേഴ്സിനെ, അവരുടെ ഫാമിലി ഡോക്ടേഴ്സിനെ കണ്ടൊന്ന് ചോദിക്കൽ വളരെ ഉത്തമമാണ്. കാരണം നിങ്ങൾക്ക് എന്തൊക്കെ രോഗം ഉണ്ട് എന്ന് ഈ പറയുന്ന ആൾക്ക് ഒരിക്കലും അറിയുകയില്ല. അതുകൊണ്ട് അവരെ കണ്ട് കഴിക്കൽ ഉത്തമമാണ്. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.